തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം. ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഇത് തുടക്കം മാത്രമാണെന്നും ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. അതേസമയം ആക്രമണത്തിൽ പങ്കില്ലെന്നാണ് അമേരിക്കയുടെ നിലപാട്. പശ്ചിമേഷ്യയിൽ അടുത്ത യുദ്ധമുഖമാണ് ഇസ്രയേൽ തുറന്നത്. പ്രാദേശിക സമയം ഇന്ന് പുലർച്ചെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലടക്കം ഇസ്രയേൽ ആക്രമണം നടത്തി. മിസൈലുകളും ഡ്രോണുകളും അടക്കം ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചുവെന്നാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ വാദം. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിലായിരുന്നു ഇറാനെതിരായ സൈനിക നടപടി. The IDF began preemptive and precise strikes targeting the Iranian nuclear program in order to prevent the Iranian regime's ability to build a nuclear bomb in the immediate time frame. We have no choice. We are operating against an imminent and existential threat. We cannot allow the Iranian regime to obtain a nuclear weapon that would be a danger to Israel and the entire world. This operation is for our right to exist here, for our future and for our children's future. The State of Israel has the right and the obligation to operate in order to protect its people and will continue to do so. നേരത്തെ ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിന് മണിക്കൂറുകൾക്കകമാണ് വ്യോമാക്രമണമുണ്ടായത്. എന്നാൽ ആക്രമണത്തിന് പിന്തുണ നൽകിയിട്ടില്ലെന്നാണ് USന്റെ വിശദീകരണം. ഇറാന്റെ ആണവായുധ നിർമ്മാണം തടയുക എന്ന ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു ആക്രമണമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടത്. ഇത്തരം ആക്രമണങ്ങൾ ഇനിയും തുടരുമെന്ന രീതിയിലുള്ള ഭീഷണിയും നെതന്യാഹു മുഴക്കുന്നുണ്ട്. Moments ago, Israel launched Operation Rising Lion, a targeted military operation to roll back the Iranian threat to Israel's very survival. This operation will continue for as many days as it takes to remove this threat. For decades, the tyrants of Tehran have brazenly, openly called for Israel's destruction. They've backed up their genocidal rhetoric with a program to develop nuclear weapons. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്നും ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ടെന്നുമുള്ള നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയായിരുന്നു. രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ശക്തികളുടെ ഇടപെടൽ അനുവദിക്കില്ലെന്നും ഇറാൻ നിലപാട് വ്യക്തമാക്കി. دست قدرتمند نیروی مسلح جمهوری اسلامی او را رها نخواهد کرد باذن الله. در حملات دشمن تنی چند از فرماندهان و دانشمندان به شهادت رسیدند. جانشینان و همکاران آنان بیدرنگ وظایف خود را پی خواهند گرفت ان شاء الله. അതേസമയം ആക്രമണത്തിന് പിന്നാലെ ഇറാനിൽ നിന്നുള്ള തിരിച്ചടി സാധ്യത കണക്കിലെടുത്ത് ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പ്രത്യാക്രമണമുണ്ടായാൽ അത് നേരിടാൻ വേണ്ടിയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേൽ ശക്തമാക്കിയതായാണ് വിവരം. ഇരു രാജ്യങ്ങളും നേരിട്ടുള്ള സൈനിക സംഘർഷത്തിലേക്ക് പോകുന്നതോടെ ഒമാനിൽ നടക്കേണ്ട പുതിയ ആണവ കരാർ സംബന്ധിച്ച ചർച്ചകളും അനിശ്ചിതത്വത്തിലായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിന് തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇറാൻ. 100 ഡ്രോണുകൾ ഇറാൻ അയച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കനത്ത നാശനഷ്ടം തെഹ്റാനിൽ ഉണ്ടായിട്ടുണ്ട്. ഇറാൻ സൈനിക മേധാവി, റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഉൾപ്പെടെ ഇറാന്റെ പ്രധാന ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, ഇറാനിൽ വലിയ നാശനഷ്ടമാണല്ലോ ഇസ്രായേൽ വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേശകൻ പോലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിന് ഔദ്യോഗികമായ സ്ഥിരീകരണം കിട്ടിയിട്ടുണ്ടോ? മനുഷ്യ തീർച്ചയായും, അതായത് വലിയ നാശനഷ്ടം തന്നെയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ സംഭവിച്ചിരിക്കുന്നത്. നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സൈനിക മേധാവി മുഹമ്മദ് ബഗേരി, ഒപ്പം തന്നെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ മേധാവി ഹൊസൈൻ സലാമി, ഒപ്പം മറ്റൊന്ന് ഈ അറ്റോമിക് എനർജി ഓർഗനൈസേഷന്റെ മുൻ തലവൻ ഫെരീദൂൺ അബ്ബാസി, ഇദ്ദേഹത്തിൻ്റെ ഈ പരമോന്നത നേതാവ് കൂടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവ് അലി ഷംഖാനി അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ വലിയ നാശനഷ്ടമാണ് ഇറാനെ സംബന്ധിച്ച് സംഭവിക്കുകയും ചെയ്തത്. ഇതൊരു വലിയ കൈപ്പേറിയിട്ടുള്ള തിരിച്ചടി ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വാദം അദ്ദേഹം പ്രസ്താവന ഇറക്കുകയും ചെയ്തിട്ടുണ്ട് ഖമനേനി. അതുമായി ബന്ധപ്പെട്ട 100ഓളം ഡ്രോണുകൾ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തൊടുക്കുകയും ചെയ്തു. അത് ഈ നിലവിൽ സിറിയയുടെ അതിർത്തി പ്രദേശത്ത് നിന്നാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടാവുക
ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി നേരത്തെ തന്നെ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ നേരത്തെ തന്നെ അവർ മുന്നിൽ കണ്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം IDF നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ സിറിയയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഇവയെല്ലാം നശിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ജോർദാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥിരീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു സംഘർഷത്തിലേക്ക് ഇപ്പോൾ പോവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പശ്ചിമേഷ്യ വലിയൊരു യുദ്ധത്തിനു കൂടി സാക്ഷ്യം വഹിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നത്. അതേസമയം ഖമനേനി വലിയ രീതിയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം കൂടി ഉയർത്തിയിട്ടുണ്ട്. ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഈ ഒരു ആക്രമണം അത് അമേരിക്കയുടെ അറിവോടെയാണ്, അതിൽ അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നുള്ള വലിയ രീതിയിലുള്ള കടുത്ത ആരോപണം കൂടി ഇറാൻ നടത്തുന്നുണ്ട്. അതിൽ വാഷിംഗ്ടൺ DC നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പിന്തുണയോ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള പിന്തുണ ഇസ്രായേലിന് തങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ള വാദം കൂടി അമേരിക്ക നടത്തുന്നുണ്ട്. എന്തായാലും 6ാം ഘട്ട ഇറാൻ US ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൂടി ഇതോടെ അനിശ്ചിതത്വത്തിലായിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.